ഇസബേലിന്റെ സുവിശേഷം എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻസ് ലീഡ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുഷ്ടനായ സാത്താന്റെ എല്ലാ കാലത്തെയും ആഗ്രഹം എന്ന് പറയുന്നത് ദൈവമക്കളെ വഴിതെറ്റിച്ചു കളയുക എന്നുള്ളതാണ്. ഏതിൽ നിന്നൊക്കെ വഴിതെറ്റിച്ചു കളയുക? ഒന്ന്, ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കുക, ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് വഴിതെറ്റിക്കുക. ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെ കൺഫ്യൂസ് ചെയ്യുക. ദൈവത്തെ വചനത്തെ പറ്റി മാക്സിമം ആശയക്കുഴപ്പം ജനങ്ങളിൽ ഉണ്ടാക്കുക. ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജനത്തെ വഴിതെറ്റിക്കാൻ കഴിയത്തുള്ളൂ. അതിന് സാത്താൻ ചെയ്യുന്ന കാര്യം ഉപായമാണ്. ഏദൻ തോട്ടത്തിൽ എന്താ തുടങ്ങിയത്? ഒരു സർപ്പന്റ് വരികയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എന്തോ സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്, എന്തോ അപ്പിയറൻസ് ആണ്. ആര് കണ്ടാലും നോക്കിയിരുന്നു. അത്ര നല്ല അപ്പിയറൻസ് അല്ല വരുന്നത്. അപ്പോ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് ഒരുപാട് എണ്ണങ്ങൾ എല്ലാ കാലത്തും ദൈവസഭയിൽ ഇറങ്ങിക്കൂടാറുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു ക്ലിക്കുണ്ട്. ആ ക്ലിക്ക് അനുസരിച്ചാണ് ആളുകൾ ദൈവസഭയിൽ തങ്ങള് ദൈവമക്കളാണ്, പ്രവാചകനാണ്, പ്രവാചകിയാണ്, പാസ്റ്ററാണ്, പ്ലാസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്നത്. ഒരു കാലത്ത് ഈ പാസ്റ്റർ എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നൊരു വേഷം ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്നാണ് കണ്ടാ പറയും പാസ്റ്ററാണെന്ന്. അപ്പോ ദൈവമക്കളെ വഴിതെറ്റിക്കാൻ അതേ രൂപത്തിൽ, അതേ വേഷത്തിൽ, അതേ അപ്പിയറൻസിലാണ് ദുഷ്ടന്റെ റിക്രൂട്ട്സ്, സാത്താൻ റിക്രൂട്ട് ചെയ്ത പാസ്റ്റർമാരും കയറിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രവാചകന്മാരുണ്ടായി. പ്രവാചകൻ ഉണ്ടായെന്ന് വർദ്ധിച്ചു വന്നു. അപ്പൊ പിന്നെ എല്ലാം പ്രവാചകനാണ്. അത് കഴിഞ്ഞപ്പം ഈ കണ്ടാൽ പാസ്റ്റർ എന്ന പ്രവാചകനും തിരിച്ചറിയാത്ത രീതിയിൽ കുറെ ചോക്ലേറ്റ് കുട്ടപ്പന്മാരുണ്ടായി. ഹിന്ദി സിനിമ നടന്മാരെ മാറ്റി നിർത്തുന്ന കുറെ ചോക്ലേറ്റ് കൂട്ടന്മാരുണ്ടായി സുവിശേഷം പ്രസംഗിക്കാൻ. അത് നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് പുറകെ ആരാ വന്നിരുന്നത്? ചോക്ലേറ്റ് കൂട്ടപ്പന്മാർ വന്നു സുവിശേഷ പ്രസംഗമായിട്ട്. അതൊന്നും സാത്താൻ റിക്രൂട്ട് കയറ്റി വിട്ടതാ. അവർക്ക് 8 കോടി രൂപ ആയിക്കൊണ്ടൊരു സഭകൾ പണിയെങ്കിൽ മനസ്സിലായല്ലോ. ആ കൂട്ടരെ അവര് ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും അപ്പൊ ഇതിനെ വിധവമാരുടെ വീടുകളെ വിഴുങ്ങിക്കളയും ചെയ്തു വരാം. ഇത് കഴിഞ്ഞപ്പോൾ പിന്നുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഹാഷ് ബുഷ് ലുക്ക് ആൻഡ് അപ്പിയറൻസ്. ഹാഷ് ബുഷ് ലുക്ക് ആൻഡ് അപ്പിയറൻസ് ആ ഹാഷ് ബുഷ് ലുക്ക് ആൻഡ് അപ്പിയറൻസ് ഒരു ഭയങ്കര സുവിശേഷ പറച്ചിലാണ്, ഒരു ഹാഷ് ബുഷ് ലുക്ക്. പക്ഷെ വേറെ കാര്യമുണ്ട്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരാളിൽ മെയിൻറ്റെയിൻ ചെയ്ത് മാനറിസം എന്താണെന്ന് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു? അതൊക്കെ പഴയ ഫാഷനാണ്, പക്ഷേയാണ് ഇപ്പൊ തുണി എവിടെ, നാണം എവിടെ എന്ന് പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ഹാഷ് ബിഷ് ലുക്ക് ആൻഡ് അപ്പിയറൻസ്. അപ്പം അത് കണ്ടുകൊണ്ട് എന്തറിയാമോ, ഇപ്പം ഹാഷ് ബിഷ് ലുക്ക് ആൻഡ് അപ്പിയറൻസിൽ സാത്താൻ കുറെ എണ്ണത്തെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇവരുടെ എല്ലാവരുടെയും മോട്ടീവ് എന്ന് പറയുന്നാൽ ദൈവജനത്തെ വഴിതെറ്റിക്കുക. വഴിതെറ്റിക്കാൻ എന്തോ ചെയ്യുന്നു? ദൈവവചനം എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് പൊരുൾ തിരിച്ചു കൊടുക്കാനേ ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. വചനത്തിന്റെ ശുശ്രൂഷന്മാരിൽ പ്രതീക്ഷിക്കുന്നത് തിരുവെഴുത്തെന്ത് പറയുന്നു അത് നിങ്ങൾ പൊരുൾ തിരിച്ചു കൊടുക്കാനാണ്. നിനക്കെന്തോ തോന്നി, നിനക്കെന്തോ മനസ്സിലായി എന്നുള്ള പറയാനല്ല. എൻ്റെ ഹാസ്യമായ ഒരു ഭാഷയിൽ ഞാൻ പറയാറുണ്ട്, വാഴയ്ക്ക കണ്ടപ്പോൾ ഒരുത്തന് വഴുതനങ്ങയാണെന്നാ തോന്നിയത്. അവൻ പറഞ്ഞ വഴുതനങ്ങ തേടി ഇറക്കുകയാണ്, വാഴയ്ക്ക വഴുതനങ്ങയാന്ന് പ്രൂവ് ചെയ്യാൻ. ഈ വാഴയ്ക്ക വഴുതനങ്ങ എന്ന് പ്രൂവ് ചെയ്യുന്ന ഇമ്മാതിരി കൂട്ടര് ഇന്ന് സാധാരണ മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന രീതിയിലുള്ള വേഷഭൂഷാദികളോടുകൂടി ഞങ്ങൾ വളരെ മോഡേൺ ആണ്, സോ മോഡേൺ, അപ് ടു ഡേറ്റ് ആണ്, ഹാഷ് ബുഷാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ന് ഇറങ്ങി സുവിശേഷ ഗോളത്തിൽ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇത്തരം ആളുകളെ പറ്റി വിശുദ്ധ വേദവസ്ഥ എന്താ പറയുന്നത്? അത് നമുക്ക് ആദ്യം അറിയേണ്ടത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ
20ാമത്തെ വാക്യത്തിൽ 2:26 വാക്യത്തിൽ അവിടെ ഈ തുയത്തൈര സഭയുടെ ദൂതൻ എഴുതി, അത് തുയത്തൈര സഭയ്ക്കുള്ള ദൂതാണ്. അതിൽ പറയുന്നതാണ്, നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പ്രവാചകയല്ല, പക്ഷെ പ്രവാചക എന്ന് പറയുന്നത്. ഈ വേദപുസ്തകത്തിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ thus saith the Lord, കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആളാണ് പ്രവാചകൻ. അതൊരു ഫീമെയിൽ പേഴ്സൺ ആണെങ്കിലോ കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രവാചകി. ഇത് കർത്താവ് എന്ത് കൽപ്പിക്കുന്നു ABC അറിയത്തില്ല. അപ്പൊ പിന്നെന്തെയാണ് പ്രവാചകി എന്ന് പറഞ്ഞ്, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന ഇസബേൽ എന്ന് പറഞ്ഞാൽ ഒന്ന്, തൻ്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുക. ആദ്യത്തെ ഇസബേല് ദുർനടപ്പാചരിക്കുക, വിഗ്രഹാർപ്പിതം തിന്നുക, പിന്നെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ തൻ്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുക. അപ്പം ഇത് കേൾക്കുന്നുണ്ട്, ദൈവമക്കളാണ്, ദൈവദാസിയാണ്, പ്രവാചകയാണ്, വചന ശുശ്രൂഷയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇമ്മാതിരി പെണ്ണുങ്ങളെ, അങ്ങനെ പറയുന്നത് മനഃപൂർവ്വം പെണ്ണുങ്ങളെ നീ അനുവദിക്കുന്നു. അത് തുയത്തേര സഭയോടുള്ള ദൈവത്തിന്റെ വിരോധമാണ് കേട്ടോ. കാരണം സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസപ്പെടാൻ അവൾക്ക് മനസ്സില്ല. ഇനി അവൾക്ക് വരാൻ വന്ന ഭവിഷ്യത്തിനെ പറ്റി ബാക്കി പറഞ്ഞിട്ട് ഞാനൊന്നും വായിച്ചു ടോപ്പിക്സ് അതല്ലല്ലോ. അപ്പോ സാത്താന് ഇന്നും ഇതുപോലത്തെ റിക്രൂട്ടുകളെ ഇങ്ങനെ കയറ്റി നല്ല ഉടുപ്പിച്ച് ഉരുക്കി ചായയൊക്കെ പുരട്ടി വൃത്തിയായിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവർ പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അവർ ആരെന്നുള്ളത് എനിക്കറിയത്തില്ല. അവരുടെ ജന്മകുണ്ടലി അളക്കുന്നുള്ള അന്വേഷിച്ചു പോകുന്നത് എൻ്റെ പണിയല്ല, എനിക്ക് അവിടെ നേരവുമില്ല. പക്ഷെ അവർ പറയുന്നത് വചനവിരുദ്ധമാണെന്നുള്ളത്, സാധാരണ ദൈവമക്കളെ തെറ്റിച്ചു കളയാണെന്ന്, വചനത്തിൽ ആഴമേറിയ അറിവില്ലാത്ത, അല്ലെങ്കിൽ വചനത്തിൽ ആഴത്തിൽ വേരിറങ്ങിയിട്ടില്ലാത്ത സാധാരണ ദൈവമക്കളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട്, അല്ലെ അവരെ അയച്ച സാത്താൻ്റെ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം വചനാടിസ്ഥാനത്തിലല്ല, അത് തെറ്റാണ് പറയുന്നത് എന്നാൽ പറയുന്നത് മാത്രമേ ഞാൻ റിഫ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇൻഡിവിജ്വലിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം ഇൻഡിവിജ്വൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സാത്താനെ വിളിക്കണം, സാത്താനെ നീ സാത്താനാണ്, നീ ഇങ്ങനെ കാണിക്കുകൊണ്ട് ദൈവം നിന്നെ ശിക്ഷിക്കും, നീ നിത്യ നരകത്തിൽ നിന്ന് പതിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സാത്താൻ മാനസാന്തരപ്പെടുന്നുണ്ടോ? ഇല്ല, സാത്താൻ മാനസാന്തരപ്പെടത്തില്ല, നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവൻ സാത്താൻ. അപ്പം ഇവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവൻ മാനസാന്തരപ്പെടുമോ? അവരും മാനസാന്തരപ്പെടത്തില്ല. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ആളുകളെ രക്ഷിക്കണം. അത് സുവിശേഷന്മാരുടെ ഉദ്ദേശം, പർപ്പസാണ്, സുവിശേഷന്മാരുടെ ജോലിയാണ്. ആ ജോലി മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ, ഈ വീഡിയോ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ സംസാരിക്കുന്ന വ്യക്തി എനിക്കറിയത്തില്ല, അറിയണമെന്ന് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇവർ പ്രസംഗിക്കുന്നത് കേട്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹവും നിർമ്മലതയും വിട്ടുകളഞ്ഞ് വഷളായി പോകാൻ സാധ്യതയുള്ള ആളുകളെ പറ്റി ഓർക്കുമ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഇസബേൽ പറയുന്നത്, ഇത് ഇസബേലിന്റെ സുവിശേഷമാണ്, വേദപുസ്തകത്തിന്റെ സുവിശേഷമല്ല എന്ന് പറയുക മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ സുവിശേഷം ഒന്ന് കേൾക്കാം. God manifested in flesh, God in human form, God in human body. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പിതാവെന്നും പുത്രനെന്നുമുള്ള രണ്ട് വ്യത്യസ്ത ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്?
ബൈബിള് വായിക്കുമ്പോൾ പിതാവെന്നും പുത്രനെന്നും രണ്ട് വ്യത്യസ്ത ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ, വായിച്ചത് മനസ്സിലായതുകൊണ്ട്. പിതാവായ ദൈവത്തെപ്പറ്റി പിതാവായ ദൈവമെന്നും പുത്രനായ ദൈവത്തെപ്പറ്റി പുത്രനായ ദൈവമെന്നും പരിശുദ്ധാത്മാവ ദൈവത്തെപ്പറ്റി പരിശുദ്ധാത്മാവ ദൈവമെന്നും വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ടും പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും, അപ്പം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ടെന്നും അവിടെ മനസ്സിലാക്കുവാൻ സാധാരണ ബുദ്ധിക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടും അതിന് നമുക്ക് ഈ റോക്കറ്റ് ടെക്നോളജി ഒന്നും പഠിക്കണ്ട. ഇത് മൂന്ന് ആരാന്ന് പഠിക്കാൻ റോക്കറ്റ് ടെക്നോളജി ഒന്നും പഠിക്കണ്ട. അത് അറിയാവുന്നത് കൊണ്ട് ആണ് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്. ഇനിയും സാത്താന്റെ ഉപദേശം അകത്ത് കയറി കഴിഞ്ഞാൽ അതുപോലും മനസ്സിലാകത്തില്ല. അത് ഈ മനസ്സിന്റെ കോമൺ സെൻസ് ഉണ്ടല്ലോ, ഈ കോമൺ സെൻസിന്റെയും താഴെയാണ് ഈ സാത്താന്റെ റിക്രൂട്ടീസ് കിടക്കുന്നത്. ബിലോ കോമൺ സെൻസ് പറഞ്ഞില്ലേ, ബിലോ കോമൺ സെൻസ്. ഈ ബിലോ കോമൺ സെൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കോമൺ സെൻസിങ്ങിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് പൊരുൾ തിരിച്ചു വരുന്നതുകൊണ്ട് അതിൻ്റെ ദിവ്യഭാവം എന്താണെന്ന് മനസ്സിലാകും. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് യഹോവ. അത്യുന്നതന്റെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞില്ല. എവിടെ? പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇസബേലിന് അറിയത്തില്ല ഈ ബൈബിൾ മലയാളത്തിലല്ല എഴുതുന്നത്. കാരണം ഐ ആം ദാറ്റ് ഐ ആം ഇംഗ്ലീഷിൽ എഴുതി. ഇസബേലിന് അറിയത്തില്ല അത് ഇംഗ്ലീഷിലും അല്ല എഴുതിയെന്ന്. പിന്നെ ഏത് ഭാഷ എഴുതി? ഗ്രീക്കിലും അല്ല. സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ദാസനായ മോശയുമായിട്ട് സംസാരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഭാഷയിൽ എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും ഇസബേല് ബൈബിൾ പഠിച്ചിട്ടില്ല. ആരുടെ കുറ്റമാണ്? ഇസബേലിന്റെ കുറ്റം കേട്ടോ. ഇസബേല് ബൈബിൾ പഠിക്കാത്ത ഇസബേലിന്റെ കുറ്റമാണ്. അത് പഠിച്ചിട്ടുള്ള ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരിത് കേൾക്കുമ്പോൾ ഇസബേലിന്റെ ഈ സുവിശേഷത്തിനെതിരായിട്ട് പറയും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കേൾക്കാം. മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു അത് ഇസബേൽ പ്രത്യേകിച്ച് മഹത്വം കൊടുക്കണ്ട. അതിന് മഹത്വം ഉണ്ട്. ഇസബേലിനോട് ചോദിച്ചല്ലോ ഇച്ചിരി മഹത്വം കൊടുക്കാൻ. ദൈവമാണോ എന്ന ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായമാണ്. നസ്രാണികൾ പോലും പറയുന്നത് യേശു ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്. അതാണ്, യേശു ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്, യേശു ദൈവമല്ല. കാഴ്ചബംഗ്ലാവ് കാണാൻ ചെന്നു. അപ്പൊ സിംഹവും കിടക്കുന്നു, സിംഹക്കുട്ടിയും കിടക്കുന്നു. സിംഹം അത് സിംഹമാണ്, സിംഹക്കുട്ടിയോ അത് അതിന്റെ കാര്യതയോ ഒട്ടകമോ ചെന്നായോ വല്ലതും ആയിരിക്കും. ദൈവം ദൈവമാണെങ്കിൽ ദൈവപുത്രൻ ആരാ? ദൈവം ദൈവമാണെങ്കിൽ ദൈവപുത്രൻ ആരാ? ഇസബേലേ, കുഴപ്പമാ. ഇസബേലിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ലത് ഊളം പറയാം. യേശു ദൈവമല്ല എന്നാണ്. പുത്രനും ദൈവമാണ്, പിതാവും ദൈവമാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്. അതുപോലെ സിംഹക്കുട്ടിയും ദൈവമാ, സിംഹക്കുട്ടിയും സിംഹമാ, സിംഹവും സിംഹമാ. മനസ്സിലായോ? സിംഹക്കുട്ടിയും സിംഹമാ, സിംഹവും സിംഹമാ. അത് കോമൺ സെൻസ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. പക്ഷെ ഇസ്രായേൽ കിടക്കുന്നത് ബിലോ കോമൺ സെൻസിലാ. പ്രവാചകനാണ്, ദാസനാണ്, ടീച്ചറാണ്, ഗുരുവാണ് എന്നിങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളുമുണ്ട്. പണ്ട കിടക്കുന്നു. ഇത് പല കാഴ്ചപ്പാടല്ല ഇസ്രായേൽ ചേച്ചി. എന്താണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് 250 ടൈറ്റ്യുലർ നെയിംസ് വിശുദ്ധ വേദോസ്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കാഴ്ചപ്പാടല്ല. കാഴ്ചപ്പാട് എന്താണെന്നും വചനം എന്തെന്ന് പറയുന്നതും തിരിച്ചറിയാനുള്ള ബോധം, മിനിമം കോമൺ സെൻസ് ഉണ്ടാകണം കേട്ടല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞു, വാഴയ്ക്ക എന്ന് പറഞ്ഞപ്പോൾ വഴുതനങ്ങ എന്ന് തിരിഞ്ഞു. അത് കാഴ്ചപ്പാടാണ്. വാഴയ്ക്കായെ പറ്റി ഒരുത്തർക്ക് വഴുതനങ്ങ എന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായത്. കാഴ്ചപ്പാട്.
ഈ പറഞ്ഞതൊന്നും കാഴ്ചപ്പാടുകളല്ല, മറിച്ച് എന്താണ്? 250 ടൈറ്റിൽസ് ഉള്ള ഒരു വ്യക്തിയാ വിശുദ്ധ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ അത്രയും ടൈറ്റിൽസ്, ഇത് ഓരോ ടൈറ്റിലിന് പിന്നിൽ ഒരു ഫങ്ഷനിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫങ്ഷണൽ ടൈറ്റിലാണ്. നമുക്കെന്ത് മനസ്സിലാക്കാം? ഒരാൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, അപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഓരോ ടൈറ്റിലിന് കീഴിൽ ഓരോ ഫങ്ഷൻസ് അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അതാണ് എൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അതിന് നമുക്ക് വലിയ ഈ ഡാളസ് തിയോളജിക്കൽ സെമിനാരിൽ പോയി ഡോക്ടറേറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. യേശു ആരാണെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പലരും പറയുന്നത് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല താൻ ദൈവമാണ് എന്നുള്ളതാണ്. പക്ഷെ യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പുസ്തകം വ്യക്തമാക്കുന്നത്. ഈ പുസ്തകത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജുമായിട്ട്. അല്ല, ഈ പുസ്തകത്തിലെ അടിസ്ഥാനപരമായ കാര്യം ഒന്നും ചേച്ചിക്ക് അറിയത്തില്ല. അതല്ല പറയുന്നത്. ഈ പുസ്തകത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മറിച്ചു കളയാനാണ്. അടിസ്ഥാന കാര്യം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അടിസ്ഥാനം അറിയത്തില്ലോ. നിങ്ങൾക്ക് തന്നെ അടിസ്ഥാനമില്ല, നിങ്ങൾക്ക് തന്നെ നിലപാടുകളുടെ അടിസ്ഥാനമില്ല. പിന്നെ എവിടുന്ന് നിങ്ങളുടെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം പ്രസംഗിക്കുന്നത്? ആദ്യം നിങ്ങളുടെ അടിസ്ഥാനം കണ്ടുപിടിക്കുക കേട്ടോ, എന്നിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം പ്രസംഗിക്കുന്നതായിരിക്കും നല്ലത്. യേശു ദൈവമാണെന്നുള്ള പലതരത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് പഴയ നിയമത്തിലെ വാക്യങ്ങളല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ മൊഴികളാണ്. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നതാണ് യേശു ആണ് ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ഇരുന്നു, വചനം ദൈവമായിരുന്നു. കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കാനുള്ളത് കേട്ടോണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് മലയാളത്തിലാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം മലയാളത്തിലല്ലല്ലോ എഴുതിയത്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് എന്ന് പറയുന്നതും ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിലും അല്ല എഴുതിയത്. ഇനിയും ഇൻ ദ ബിഗിനിങ് വാസ് ലോഗോസ് കേട്ടോ, ആദ്യം ലോഗോസ് ഉണ്ടായിരുന്നു. അടുത്ത പരിപാടി. അപ്പം ആദ്യം ലോഗോസ് ഉണ്ടായിരുന്നു, അത് ഗ്രീക്കിൽ. അതിന് കർത്താവ് ഗ്രീക്ക് യവനനായിരുന്നു? അല്ലല്ലോ. എന്തുവാ ഈ ലോഗോസ്? ലോഗോസ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് ഈസ്റ്റേൺ ടർക്കിയിൽ ജീവിച്ചിരുന്ന ഹെറോക്ലേറ്റസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്തോ കണ്ടാൽ ഇതെന്തുവാ 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 എന്ന് ചോദിച്ചു നടക്കും. ഇതെന്തുവാ? ലോഗോസ്. മനസ്സിലായോ? ആദിയിൽ യേശു ക്രിസ്തു നിത്യതയിൽ പിതാവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തൻ്റെ പേര് ഇതെന്തവ എന്നായിരുന്നു. ഇതാദിയിൽ ഇതെന്തവ ഉണ്ടായിരുന്നു, ഇതെന്തവാ ദൈവത്തോടുകൂടിയായിരുന്നു, ഇതെന്തവാ ദൈവമായിരുന്നു. ഇങ്ങനെ ആരാ പഠിപ്പിക്കുന്നത്? ഈ തിയോളജി പള്ളിക്കൂടത്തുകാര് അവർ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ അങ്ങനെ എഴുതിയോ? യോഹന്നാൻ അങ്ങനെ എഴുതിയില്ല. യോഹന്നാൻ എന്തുവാ എഴുതിയത്? ബറശീത്ത് ഹയാത്ത് ഹദവാർ വഹദവാർ ഇം ഇം എലോഖീം. ആദിയിൽ ദൈവപുത്രനുണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടുകൂടിയായിരുന്നു, വഹ എലോഖീം. ആ പറഞ്ഞ ദൈവം, ആ പറഞ്ഞ ദൈവപുത്രൻ ദൈവമായിരുന്നു. മനസ്സിലായോ? ആ ദൈവപുത്രൻ ദൈവമായിരുന്നു എന്നാണ്. വഹദവാർ ഹയാത്ത എലോഖീം, ദൈവമായിരുന്ന.
അല്ല, എന്തല്ല, വചനമുണ്ടായിരുന്നല്ല. വചനം എന്ന് പറഞ്ഞാൽ ശബ്ദം, വാക്ക്. ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്ന എന്തെല്ലാം വാക്കുകളുണ്ട്. ഈ ചേച്ചി വിളിച്ചു പറയും പോലെ എന്തെല്ലാം വിട്ടിത്തരങ്ങൾ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത്. അതിൽ ഏത് വാക്കാ യേശു ക്രിസ്തു? ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കാൻ വരികയാണെങ്കിൽ അടിസ്ഥാനപരമായി ഏത് ഭാഷയിലാണ് എഴുതിയത്, അടിസ്ഥാനപരമായി ആ ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുകൂടെ ഒന്ന് പഠിക്കണം. പഠിച്ചിട്ട് വേണം അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കാൻ വേണം. അല്ലെങ്കിൽ ഇത് അടിസ്ഥാനമാണ് കേട്ടോ. ഇത് വെറും അടിസ്ഥാനം, അല്ലാതെ ഫണ്ടമെന്റൽസ് ഒന്നും അല്ല. ഫണ്ടമെന്റൽസ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചല്ലോ, ഫണ്ടമെന്റൽസ് നിങ്ങൾ കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ടല്ലോ, വിശുദ്ധ എബ്രായ ഭാഷയിൽ യോഹന്നാൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒറിജിനൽ എവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാമോ? ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറൂസലേമിൽ ഇരിപ്പുണ്ട്. വല്ലപ്പോഴൊന്ന് പോകണം, അവിടെ നിന്ന് കയറണം. കയറിയിട്ട് അവിടെ നിൽക്കുന്ന ഈ ഗൈഡാണ്, അവരോട് ചോദിക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒറിജിനൽ ഹീബ്രു മാനുസ്ക്രിപ്റ്റ് ഉണ്ടോ, എനിക്കൊന്ന് കാണാമോ? കേട്ടല്ലോ, ഇതൊക്കെ ഒറിജിനൽ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോയി അറിഞ്ഞിട്ട് ഈ അടിസ്ഥാനം കയറി പഠിപ്പിക്കാൻ വരൂ. ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഒന്നും അറിയാതെ പാവങ്ങൾ ഇത് കണ്ടിട്ട് വഴിതെറ്റി പോകും. മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞത് വചനം ദൈവമായിരുന്നു, പിന്നീട് പറയുന്നു വചനം ജഡമായി. ഇതിനനുസരിച്ച് ദൈവം ജഡമായി എന്നത്, എന്റെ കർത്താവേ, ദൈവം ജഡമായെന്ന് പറഞ്ഞാൽ തീർന്നില്ലയോ? ജഡം ധരിച്ചു എന്നാണ്. ജഡമായി എന്ന് പറഞ്ഞാൽ ജഡമായി, ജീവനില്ലാത്ത ചത്തുപോയെന്നാ. ഈ പറഞ്ഞൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ലേ? ജഡം ധരിച്ചു, മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ്. ഈ വേർഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ജീസസ് സൺ ഓഫ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ്. ജഡത്തിൽ വെളിപ്പെട്ടു, ജഡമായി പോയെന്നല്ല കേട്ടോ. അങ്ങനൊന്നും പറഞ്ഞു കളിയരുത്. ഭയങ്കര വർത്താനമില്ല പറഞ്ഞത്. പക്ഷെ ഇന്ന് പലരുടെയും വിശ്വാസം യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ ഒരു പാർട്ടാണെന്നുള്ളതാണ്. പക്ഷെ യേശുക്രിസ്തു ദൈവമല്ല. അങ്ങനെയാണോ സത്യം? വചനം ജഡമായി അല്ലെങ്കിൽ ദൈവം ജഡമായി എന്നതിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 9 വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദേഹമായി വസിക്കുന്നല്ല പറഞ്ഞത്, പിന്നെ ദേഹരൂപമായി വസിക്കുന്നു. 10ാം ക്ലാസ് ഒക്കെ പാസ്സായതില്ലയോ? അപ്പൊ ഈ ഗ്രാമറൊക്കെ അറിയത്തില്ലയോ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അല്ലേ? അതുപോലെ ടെൻസ് എന്നും വോയിസ് എന്നും നൗൺ എന്നും വേർബെന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അപ്പൊ 10ാം ക്ലാസ് പഠിച്ച് ആ ഗ്രാമറൊക്കെ ഒന്ന് ഓർക്കണം. വലിയ 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 ഡിഗ്രികൾ അവിടെ വരെ പോകണ്ട. ആ 10ാം ക്ലാസ് വരെ ഒന്ന് നോക്കിയേ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നെന്നാ. അത് എന്താന്ന് പറഞ്ഞില്ല. ദേഹമായി വസിക്കുന്നത്, ജഡമായി വസിക്കുന്നത് എന്ന് അല്ല പറഞ്ഞത്. എന്തോ അടിസ്ഥാനമാ ചേച്ചി പഠിപ്പിക്കാൻ പോകുന്നത്. ഇതാ വിവരമെങ്കില് നല്ല അടിസ്ഥാനമായിരിക്കും. ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി എന്നാണ് കൊലോഷ്യൻസ് 2:9 പ്രകാരം എഴുതിയിരിക്കുന്നത്. ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി, ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഇതേ അർത്ഥം തന്നെയാണ് 1 തിമോത്തിയോസ് 3:16 എഴുതിയിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതിന്റെ ആദ്യത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനെ അത്രയും മനസ്സിലാക്കാൻ വേണ്ടി റോക്കറ്റ് ടെക്നോളജി ഒന്നും പഠിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നേ. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് അത് വലിയൊരു പുതിയ അറിവായിട്ട് ഇപ്പം പറയുന്നൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Word became flesh. God became flesh. Jesus was Jehovah in flesh. യോഹന്നാൻ എഴുതിയത് തന്നെയാണ് ഒന്നുകൂടെ വ്യക്തമാക്കി
പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് വചനം ജഡമായി, ദൈവം ജഡമായി എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം, ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി. യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നത്. യഹോവ ജഡം ധരിച്ച് മനുഷ്യനായിട്ട് അവതരിച്ചവനാണ് യേശു. ഇനി യേശുവിന്റെ മൊഴികള് നമുക്ക് കേൾക്കാം. യേശു ഒരുപാടെടുത്ത് പറഞ്ഞിട്ടുണ്ട് താൻ ദൈവമാണ് എന്നുള്ളത്. സങ്കീർത്തനം 146:8 ഇതിനോടനുബന്ധിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. യഹോവ അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഇതൊക്കെ യേശുവിന്റെ മുന്നോടിയായിട്ടുള്ള മെസാനിക് വേഴ്സസ് ആണ്, യേശുവിനെ കുറിച്ചുള്ള വേഴ്സസ് ആണ്. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു. യഹോവ ജഡം ധരിച്ച് വന്നവൻ തന്നെയാണ് യേശു. ഇനി യേശുവിന്റെ മൊഴികൾ കേൾക്കാം. തന്റെ ദൈവത്വത്തെ കുറിച്ച് യേശു ആരോടാണ് ആദ്യം പറഞ്ഞത്? എനി ക്ലൂ? യേശു ആദ്യം പറഞ്ഞത് സാത്താനോട് തന്നെയാണ്. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസരം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ സ്നാനത്തിന് ശേഷം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ്. യേശുവിനെ ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നിർത്തിക്കൊണ്ട് സാത്താൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാർ നിന്നെ കൈകളിൽ വഹിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. ഇതിനുത്തരമായിട്ട് യേശു പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് യേശുവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, പിതാവിനെ കുറിച്ചാണ് എന്നുള്ളത്? സ്ത്രീത്വം കൊണ്ടുവന്ന കൺഫ്യൂഷൻ. പിതാവും പുത്രനും ഒരാള് തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ഓ ഇസ്രയേൽ, നിങ്ങൾക്ക് ഒരേ ഒരു ദൈവം, അവന്റെ പേര് യുദ്ധേ വാവ്ഹേ അല്ലെങ്കിൽ യഹോവ എന്ന് പഴയ നിയമത്തിൽ വിളിച്ചു. പുതിയ നിയമത്തിൽ അവന്റെ പേരാണ് യേശു. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പിതാവെന്നും പുത്രനെന്നുമുള്ള രണ്ട് വ്യത്യസ്ത ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കുക. യേശുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന്. ഈ സ്ക്രിപ്ചർ തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്ന വേഴ്സ്. ഈ ഒരു വാക്യം അപ്പോ യേശു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞത് തന്നെ പരീക്ഷിക്കരുതെന്ന് സാത്താനോട് പറഞ്ഞതാണ്. അപ്പൊ യേശു താൻ ദൈവപുത്രനാണെന്ന് ആദ്യം പറഞ്ഞ ആരോടാണ്? ദൈവം ആരും പറഞ്ഞ സാത്താനോടാണ്. അങ്ങനെ പറയാൻ ഈ ചേച്ചിയോട് പറഞ്ഞതാരാ? സാത്താൻ. കാരണം നിങ്ങളെക്കുറിച്ച് വലിയ പുള്ളി ഞാനാ. യേശു ദൈവം എന്നുള്ളവരെ ആദ്യം പറഞ്ഞ ആരോടാണ്? എന്നോടാണ് പറഞ്ഞത്. അപ്പൊ തനിക്കുള്ള പെർമനൻസ് ഉണ്ടല്ലോ. ഏതാ? നീ ക്രിസ്ത്യാനിയായ നിങ്ങൾക്കൊന്നും യേശു രക്ഷിക്കാമെന്ന് ഒരു മനുഷ്യനും അറിയുന്നതിന് മുൻപ് യേശു ആ കാര്യം എന്നോടാ പറഞ്ഞത്. യേശു ദൈവം എന്നുള്ള കാര്യം എന്നോടാ പറഞ്ഞത് എന്ന് ആർക്ക് സ്ഥാപിക്കണം? സാത്താന് സ്ഥാപിക്കണം. ഇങ്ങനത്തെ എട്ടുകാലി മമ്മൂഞ്ഞുമാര് ഒരുപാട് സുവിശേഷ കൂടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ നിങ്ങൾക്കറിയാമല്ലോ, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്നോടാണ് പറഞ്ഞത്, എന്നോടാ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു സെന്റൻസ് വായിച്ചാൽ ഒരാള് അവരെ പറ്റി തന്നെ പറയുന്നതും വേറൊരാളെ പറ്റി പറയുന്നതും ഒക്കെ തിരിച്ചറിയത്തൊക്കെ ഈ സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഏതാണ്ട് 10ാം ക്ലാസ് കൊണ്ട് നമുക്ക് പഠിച്ചു തീരുന്നതാണ്. ഈ സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു. 10ാം ക്ലാസ് കൊണ്ടൊക്കെ സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ് നമുക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ അതുപോലും പൊളിച്ചെഴുതിയിട്ട് നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത്, സാത്താനെ നീ എന്നെ പരീക്ഷിക്കരുത്, നീ എന്നെ പരീക്ഷിച്ചിരിക്കരുത് എന്നാ അർത്ഥമാക്കിയിരിക്കുന്നെന്ന് ഈ ചേച്ചിയോട് ആരാ പറഞ്ഞത്? പറഞ്ഞ പുള്ളി ഞാൻ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈവൻ സെന്റൻസ് സ്ട്രക്ചർ അത് പ്രൂവ് ചെയ്യുന്നില്ല. സെന്റൻസ് സ്ട്രക്ചർ അത് പ്രൂവ് ചെയ്യുന്നില്ല. ഇതാ മനസ്സിലാക്കേണ്ട കാര്യം. ഈവൻ ദ സെന്റൻസ് സ്ട്രക്ചർ ഡസന്റ് പ്രൂവ് ഇറ്റ്. അത് മൂന്നാമത് വേറൊരാളെ പറ്റി പറയുന്നതായിട്ടാണ്. ഞാൻ, നീ, വേറൊരാള്. ആ തേർഡ് പേഴ്സണെ പറ്റിയാ പറയുന്നത്, അല്ല ഫസ്റ്റ് പേഴ്സണെ പറ്റി അല്ല. ഫസ്റ്റ് പേഴ്സണെ പറ്റി തന്നെ പറയുന്നതല്ലത്. അടിസ്ഥാനം ഒരു പഠിപ്പിക്കാൻ പോവാം. ഇനി അടുത്ത പരിപാടി ഈ പിന്നെ ട്രിനിറ്റി.
ട്രിനിറ്റി എന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കണം, എഴുതിയ ഭാഷയിൽ പഠിക്കണം. കേട്ടോണേ, എഴുതിയ ഭാഷയിൽ പഠിക്കണം. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ചേച്ചി ഞാനങ്ങ് വിടുക. ഇത് മുഴുവൻ ഞാൻ കേട്ടു, ഇത് മുഴുവൻ പൊളിച്ചടിക്കേ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് വേറെയും പണിയുണ്ടല്ലോ, ഇത് മാത്രമല്ല എൻ്റെ പണി. ബാക്കി ഞാൻ ഈ പറഞ്ഞ് ഇത്രയും കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത് ദുരുപദേശമാണ്, ഇത് ഇസബേലാണ്, ഇത് വചനത്തെ തെറ്റിച്ച് കളയുന്ന ഇസബേലാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം കേട്ടോണം. ഇസ്രയേലെ കേൾക്കുക, ക്ഷമ ഇസ്രയേൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. യഹോവ എലോഖേനു, അഡനായി എലോഖേനു, അഡനായി യഖാദ്. അഡനായി എലോഖേനു, അഡനായി യഖാദ്. ഷമാ ഇസ്രയേൽ. ഇസ്രയേലെ കേൾക്ക് എന്ത് മനസ്സിലാക്കണം? അഡനായി എലോഖേനു, ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. ഞാൻ ആരാണ്? അഡനായി യഖാദ്. യഖാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യൂണിഫൈഡ്. ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഒന്നായിട്ട് യൂണിഫൈ ചെയ്തിരിക്കുന്നതിനെയാണ് യഖാദ് എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്കുകൾ ബേസിക് ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥമെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഏറ്റവും കുറഞ്ഞത് അത് അത്രയും ഗ്രഹിക്കാൻ ആളുകൾക്ക് കഴിയാതിരുന്നൊരു കാലത്ത്, എസ്പെഷ്യലി കിങ് ജെയിംസ് ഇറങ്ങുമ്പോൾ, കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റേഴ്സിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പൂറാണ്. അവർക്ക് ഇതിനൊന്നും അർത്ഥമില്ല, ഇംഗ്ലീഷ് ഭാഷയിൽ വാക്കുകളില്ല. ഇനി അതിനു മുമ്പുള്ള ഗ്രീക്ക് സെപ്റ്റൂജൻ്റ് എന്ന് പറയുന്നത്, അത് സെപ്റ്റൂജൻ്റ് ഫാലസി എന്ന സബ്ജക്റ്റ് പഠിക്കണം. അപ്പം സെപ്റ്റൂജിയൻസുകാർ ഇത് വായിക്കുന്നവർക്ക് ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം കിട്ടാതിരിക്കണമെന്ന് മനഃപൂർവ്വം വഴിതെറ്റിച്ചെഴുതിയ അവരുടെ വേർഡാണ് അതൊന്നും. ഇനി ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഴ്സിന്, എസ്പെഷ്യലി വില്യം ടിൻഡെയിലിന് അത് മനസ്സിലായെങ്കിലും ഇംഗ്ലീഷിൽ വാക്കില്ലായിരുന്നു കൊണ്ടാണെന്നും, ഇനി കുറെ കൂടെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നീട് വന്ന കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റേഴ്സിനും വാക്കുകളില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണെന്നും, അതുകൊണ്ടാണ് ഈ ദ ലോർഡ് ഈസ് വൺ എന്ന് എഴുതി വെച്ചത്. ഈ വാക്കുകൾ ഇരുന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മൾ ഈ മലയാളത്തിൽ നമുക്ക് ഉപ്പാപ്പൻ, കൊച്ചപ്പൻ, മാമൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടാകും. ഇംഗ്ലീഷിൽ ഉപ്പാപ്പനുണ്ടോ? കൊച്ചപ്പനുണ്ടോ? മാമനുണ്ടോ? ഇല്ല. എല്ലാത്തിനും അങ്കിൾ എന്ന് പറയും. അങ്കിൾ അങ്കിൾ അങ്കിൾ. കാര്യം ഇത്തരം അർത്ഥം തിരിച്ച് പറയാനുള്ള വാക്കുകൾ ഇംഗ്ലീഷിലില്ല, അല്ലേ? ഇംഗ്ലീഷിലില്ല. ഇപ്പോൾ ഒരാൾ മൈ അങ്കിൾ ഈസ് എബ്രോഡ് എന്ന് പറയുമ്പം ഉപ്പാപ്പനാന്ന് എബ്രോഡിൽ, ഇനി അല്ല പിന്നെ അമ്മയുടെ ആംഗിളയാന്നു എബ്രോഡിൽ, ഇനി പിന്നെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാന്ന് എബ്രോഡിൽ. ഇതൊന്നും തിരിച്ചറിയാൻ ഇംഗ്ലീഷിൽ വാക്കുകളില്ലാത്തതുകൊണ്ട് അങ്കിൾ എന്ന് പറയുന്നു. മനസ്സിലായി? ഇതുപോലെ ഇംഗ്ലീഷ് ഭാഷയിൽ പദ ഒരുപാട് ലിമിറ്റ് ഉണ്ടായിരുന്ന 16ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. 17ാം നൂറ്റാണ്ടിൽ നിലവിൽ വരുന്നു പറഞ്ഞാൽ 16ാം നൂറ്റാണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. വാക്കുകളില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അഡനായി എലോഖൈനു, അഡനായി യഖാദ് എന്ന് പറഞ്ഞത്, യഖാദ് എന്ന് പറഞ്ഞാൽ ഏകൻ എന്നല്ല എൻ്റെ അർത്ഥം. ഏകീഭവിച്ചിരിക്കുന്നവൻ, ഏകീഭവിക്കുന്നവൻ, ഏകീഭവിക്കപ്പെടുന്നവൻ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം എന്ന 3 പേര് ഒരു ദൈവമായിട്ട് യൂണിഫൈ ചെയ്യപ്പെടുന്നു. അതാ വേർഡിൻ്റെ അർത്ഥം. അങ്ങനെ ആ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെങ്കിൽ തിയോളജി പള്ളിക്കൂടക്കാരുണ്ടല്ലോ, അവർ നിങ്ങളെക്കാട്ടി കഷ്ടമാണ്. ഈ പ്രസംഗിക്കുന്ന ഈ വ്യക്തിയെക്കാട്ടി മോശമായി തിയോളജി പള്ളിക്കൂടക്കാർ. അവരിറക്കിയ പരിപാടിയാണ് ഈ സ്റ്റണ്ടാണ് ഏത്? ഇത് ഏകനാകുന്നു എന്ന് ഇറക്കി വെച്ചത്. ഇനി വിശുദ്ധ വേദപുസ്തകം തുടങ്ങുന്നത് ബറഷീത്ത് ബാറാ എലോഖീം എന്ന 3 വാക്കുകൾ പഠിച്ചുകൊണ്ട് തുടങ്ങുന്നത്. ബറഷീത്ത് എന്ന വേർഡിൻ്റെ അവിടുന്ന് ഡിസിഫർ ചെയ്യുന്ന അർത്ഥം
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നാണ്. കാരണം ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥമായ ബയീറ്റ്, അതിൻ്റെ അർത്ഥം പുത്രനെന്നും, രണ്ടാമത്തെ അർത്ഥം റേഷിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവെന്നും, മൂന്നാമത്തെ അർത്ഥമായ അലഫിൻ്റെ അർത്ഥം പിതാവാ ദൈവം എന്നാണ്. ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ബയീറ്റ്, ബെറഷീത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. രണ്ടാമത്തത് ബാറാഖ്, അവിടെ ഈ മൂന്ന് അക്ഷരങ്ങളാണ്. അർത്ഥം എന്തുവാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അടുത്തത് എലോഖീം, ബെറഷീത്ത്, ബാറ, എലോഖീം. എന്തോ എലോഖീം എന്ന് പറഞ്ഞാൽ, എലോഹ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവമാകുന്നു. എലോഖയ്യീം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ ദൈവമാകുന്നു. എലോഖീം എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് ഒരു വ്യക്തിത്വമായി മാറുന്നു. 3 separate personality becomes 1 individuality. How is it possible? അതെങ്ങനെയാ സാധ്യമാകുന്നത്? പരിശുദ്ധാത്മ ഇൻസ്പിറേഷൻ ലഭിച്ചവർക്കത് മനസ്സിലാകും എങ്ങനെ സാധ്യമാകുന്നു. പക്ഷെ അത് കിട്ടാത്തവർക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, പുറത്തുള്ളവർക്കോ ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കതിന് വരം ലഭിച്ചിട്ടില്ല. ലഭിക്കാത്ത നിങ്ങൾക്കത് മനസ്സിലാകത്തുമില്ല. പിടികിട്ടിയോ? നിങ്ങൾക്ക് അതിനുള്ള വരം ലഭിച്ചിട്ടുമില്ല, ലഭിക്കാത്തവർക്ക് മനസ്സിലാകത്തുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യ താമസിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റിയിലുണ്ടായിരിക്കുമ്പം അമേരിക്കൻ സാഹിബ്മാർ പ്രസംഗിക്കാൻ വരും നാട്ടിൽ. ഞാൻ ഒരുപാട് പേരുടെ ട്രാൻസ്ലേറ്ററായിരുന്നു. ഓഡിയൻസിൽ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. അവർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്കറിയാം, ഇല്ല അവർക്ക് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. അവർക്ക് അത്ര പഠിക്കാൻ ഒത്തുള്ളൂ. അവർ ഇംഗ്ലീഷ് പഠിച്ചില്ല, അവർക്ക് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ. എന്ന് പറയും പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷൻ ഉള്ളവർക്ക്, വചനം പൊരുൾത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരാൾക്ക് ഇത് മനസ്സിലാകും. ഇല്ലാത്തവർക്കോ മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ബീൻ ഗിവൺ ടു യു. പുറത്തുള്ളവർക്കോ ലഭിച്ചിട്ടില്ല. അവർക്കിങ്ങനെ അഴിഞ്ഞാട്ടത്തിൻ്റെ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ വന്ന് സാത്താൻ താനും വെളിച്ചു ദൂരിൻ്റെ വേഷം ധരിക്കുന്ന പോലെ എന്നിട്ട് എന്തൊരു ദൈവത്തിൻ്റെ വചനം എടുത്ത് കൂട്ടിക്കളയുക. ഇസബേലിൻ്റെ ആത്മാവ്. മനസ്സിലായോ? അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. വിശുദ്ധ വേദപുസ്തകം തുടങ്ങുന്നത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണെന്നും, ദൈവം ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 വ്യക്തികളെ ഏകീഭവിപ്പിച്ച് ഒരു വ്യക്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു. എക്കാത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും അറിയാൻ പറ്റാത്ത ഒരാൾ തിരുവചനം എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഒന്ന് എന്തോ പഠിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവങ്ങൾ കേട്ടോ, സാധുക്കൾ വഴിതെറ്റിപ്പോവും. അപ്പം അതിനെയൊക്കെ നല്ലത് എന്തുവാ? ഇപ്പോൾ ഇവരോട് നമുക്ക് ഇതിന് പകരം എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് ചെയ്യും, കർത്താവേ ദാ ഇങ്ങനെ ഒരാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ഇവരോട് എന്തുവാ നമ്മൾ മറുപടി? കർത്താവ് പറയും, ഞാനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്തെന്നറിയാമോ? നല്ല മുഴുത്തി ഒരു തിരികല്ല് കണ്ടുപിടിക്കണം, എന്നിട്ട് കഴുത്തെ കെട്ടിയിട്ട് പോയി കഴുത്തി കാടി ചാകുന്നു. ഏത് തിരുവഴുത്ത് കൂട്ടിക്കളതിനൊക്കെ നല്ലത് ഇതാന്ന് കർത്താവ് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ മറുപടി കേൾക്കാൻ ഇടയായ ആളോട് എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് ഇമാതിരി ഉടായ്പകളുടെ പറച്ചിലിനകത്ത് നിന്ന് കയറി ഈ ഇസബേലിൻ്റെ ആത്മാവിനെ നിങ്ങൾ കീഴ്പ്പെട്ടിട്ട് നിങ്ങളുടെ നിത്യജീവൻ നഷ്ടമാകാൻ ഇടയാകരുത്. ദിസ് ഈസ് മിസ്ലീഡിങ്. താങ്ക് യു.